രാമേന്ദ്ര, കുഞ്ഞിക്കുട്ടാ, എത്ര കാലായിട നിന്നെ കണ്ടിട്ട്. എന്താ എന്തിനാ കുഞ്ഞിക്കുട്ടാ നീ അവരെ പേടിക്കുന്നത്? ആരാ അവര്? അതൊന്നും പറയാതിരിക്കാ നല്ലത്. എന്റെ കഷ്ടകാലം മനുഷ്യരൂപെടുത്ത് വന്നിരിക്കുക. അതൊക്കെ പോട്ടെ, നീ നാട്ടിൽ വന്നാൽ ആദ്യം എന്നെ കാണാൻ വരുമെന്നാ കരുതിയത്. ആ, ഞാനൊരു നാട്ടും പുറത്തുകാരൻ, എന്നെ എന്ത് കാണാൻ? അതും പറഞ്ഞ എന്റെ മനസ്സ് വിഷമിപ്പിക്കരുത് കുഞ്ഞിക്കുട്ടാ. വന്നിറങ്ങിയത് പോലും നിന്നെ കുറിച്ച് മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ. തോണിക്കാരൻ അസൈനാര്, ചായക്കടക്കാരൻ വാസു, എന്തിനാ ഞൊണ്ടി കുഞ്ഞാപ്പനോട് പോലും. വേണേ വിളിച്ചു ചോദിച്ചു നോക്ക്. അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല എന്നർത്ഥം. ഞാൻ കൃതാർത്ഥനായി രാമേന്ദ്ര. ഇനി പറ, നിന്റെ വിശേഷങ്ങളൊക്കെ പറ. മെഡ്രാസ്, ഡൽഹി, ബോംബെ, കൽക്കട്ട എന്ന് വേണ്ട ഇനി ഹിന്ദിയിൽ ഞാൻ സഞ്ചരിക്കാത്ത പട്ടണങ്ങളില്ല, കാണാത്ത കാഴ്ചകളില്ല. നീ ഭാഗ്യവാനാ രാമേന്ദ്ര. അതിനൊക്കെ ഒരു യോഗം വേണം. കൽക്കട്ടയിൽ ഒരു വലിയ കമ്പനിയിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്ന, അവിടുന്ന് ഞാൻ അങ്ങോട്ട് പോന്നു. നിന്നെ അവരെ പിരിച്ചുവിട്ടാണോ അല്ലേ? എങ്ങനെ എന്നെ പിരിച്ചുവിടാനോ? അസംഭവമായ കാര്യങ്ങൾ പറയാതിരിക്കൂ. ഡോണ്ട് ആസ്ക് ഫൂളിഷ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ് മിസ്റ്റർ കുഞ്ഞുകുട്ടൻ. എന്താ? ഓ സോറി, നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലോ. പിരിച്ചുവിട്ടതല്ല, ഞാൻ സ്വയം രാജിവെച്ചു പോകുന്നതല്ലേ. അതെന്തിന്? അത് പറഞ്ഞ ഭയങ്കര രസമാ. 2 വലിയ കമ്പനികളാണ് എന്നെ പിടിച്ച് വലിക്കുന്നത്. മിസ്റ്റർ രാമേന്ദ്രൻ, ഞങ്ങളുടെ കമ്പനിയിൽ ചേരൂ. എത്രായിരം വേണേ ശമ്പളമായിട്ട് തരാന്ന് ബോംബെയിൽ ഒരു കൂട്ടർ. ചണ്ഡീഗറിലുള്ളവർക്കാണെങ്കിൽ ഞാൻ സമ്മതം മൂളിയാൽ മാത്രം മതി. കാറും ബംഗ്ലാവും ഒക്കെ ആയിട്ട് കാത്തു കെട്ടി കിടക്കുക. ആ കമ്പനി വേണോ ഈ കമ്പനി വേണോ? ഓഹോ, ഭയങ്കര ടെൻഷൻ. കുഞ്ഞുകുട്ട, ഞാൻ അങ്ങോട്ട് പോകുന്നു. നീ പറയുന്നതൊന്നും എനിക്ക് തീരെ പിടികിട്ടുന്നില്ല. എന്നാലും ഞാൻ പറയാണ് രാമേന്ദ്ര, ഏത് കൂട്ടരാ നല്ലതെന്ന് വെച്ചാൽ നീ അവരുടെ കൂടെ പോകണം. ഇപ്പൊ അതിനും രക്ഷയില്ലോ. ലക്നോ എന്നത് വേറെ പാർട്ടി വിളിയോടെ കഴിഞ്ഞു. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. നീ എന്താ നിന്ന് കളഞ്ഞ്? വാ, കുറെ കാര്യങ്ങളോട് പറയാനുണ്ട്. നമസ്കാരം. ഞാൻ മാരാത്തയാ. രാമേന്ദ്രന പേര്. പട്ടണത്തിൽ വലിയ ഉദ്യോഗമാണ് കമ്പനിയിൽ. എന്ന് വന്നു താൻ? ഇന്നലെ എത്തിയതേ ഉള്ളൂ. എന്നാ ചെല്ല്, വടക്കോർത്ത് പോയി വല്ലതും മേടിച്ച് കഴിച്ചിട്ട് പോയാ മതി. അല്ല കുഞ്ഞൂട്ടാ, എവിടെ അവര് രണ്ടുപേരും? കണ്ടില്ല, അമ്പലത്തിൽ പുറത്തിറങ്ങിയപ്പോ അവരെ കാണാത്തോണ്ട് ഞങ്ങളിങ്ങനെ പോന്നതാ. ഇനി വരട്ടെ. ഇങ്ങനെ ആലോചിച്ചാൽ യുവമാരെ കൊണ്ട് എന്താ ഒരു ഉപകാരം? വരാം. ഇവിടെ പഴയ രീതികളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയല്ലേ? എന്ന് വെച്ചാ കണ്ടിട്ട് പേടിയാവുന്നല്ലോ. ഇത്ര ആഹാരം കഴിച്ച പിന്നെ മനുഷ്യന് എന്തിനു കൊള്ളാം? നിനക്കത് പറയാം. ഉണ്ണലും ഉറങ്ങലും അല്ലാതെ വേറെന്ത് നേരം പോക്കാ രാമേന്ദ്ര ഇവിടെ ഉള്ളത്? പട്ടണത്തിലാവുമ്പോ സിനിമയുണ്ടാവും, നൃത്തം ഉണ്ടാവും, വേറെ എന്തൊക്കെ വിനോദങ്ങളായിരിക്കും അല്ലേ? അതെ അതെ, വിനോദങ്ങളുടെ ഒരു പറുദീസയാണല്ലോ പട്ടണം. രാമേന്ദ്രൻ വിമാനത്തിലൊക്കെ കേറിയിട്ടുണ്ടോ? കൊള്ളാം. കേറിയിട്ടുണ്ടോന്നോ? ജയ്പൂർ ഡൽഹി, ഡൽഹി ജയ്പൂർ, രാവിലെയും വൈകുന്നേരവും. കമ്പനി ചെലവില് വിലസ് അല്ലായിരുന്നോ? മടുത്തു. പണ്ടൊക്കെ വള്ളിയായി കുന്നിന്റെ ഉച്ചയിൽ കയറി നിന്ന് ദൂരെയുള്ള ആകാശത്തൂടെ കടവാതിലിനെ പോലെ പറന്നു പോകുന്ന വിമാനം നമ്മൾ കണ്ടു നിൽക്കാറില്ലായിരുന്നു. നിനക്കത് കയറി പറക്കാനൊത്ത്. വെറുതെ അല്ല രാമേന്ദ്ര ഞാൻ പറഞ്ഞത്, നീ ഭാഗ്യവാനാണെന്ന്. തമ്പുരാനെ, 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 തമ്പുരാനെ പോയി, തമ്പുരാനെ പോയി. നമ്മളെല്ലാരും വിട്ട് ഓടിപ്പോയി. എവിടേക്ക് പോയി? എങ്ങനെയാ ഞങ്ങളിപ്പോ അത് പറയാ? അമ്പലത്തിന്റെ താഴെയുള്ള വഴിയിൽ വെച്ചാ ഇടഞ്ഞത്. ഓർക്കാപ്പുറത്തുള്ളൊരു ആക്രമണമായിരുന്നു. 4 ആളുടെ ബലല്ലേ കാണിച്ചേ? എന്റെ നെഞ്ചത്തി അവിട്ടിട്ടാ ഓടി, ആന ചവിട്ടും പോലെ. അതൊക്കെ ഇവിടെ എന്തിനാ ചെറിയരാമനാരെ പറയണേ? എത്ര ആയാലും നമ്മള് ചെറിയ തമ്പുരാനല്ലേ, എന്റെ നാവിക്കല്ലേ കുത്തിയത്. എന്നാലും എന്തൊരോട്ടാ ചെറുമ്പരാൻ ഓടിയായി. ഓട്ടത്തിന് നമ്മളും വലിയ മോശമല്ലായിരുന്നല്ലോ. ഓടി ഓടി എരഞ്ഞോളി പാലം വരെ എത്തി, പിന്നെ അവിടെ മറിഞ്ഞു. ഉടനെ എന്തെങ്കിലും ചെയ്യണം തമ്പുരാനെ. ആ ഓട്ടത്തിന്റെ ഒരു മട്ട് കണ്ടിട്ട് ഇനി തിരിച്ചു വരുന്ന കോളില്ല അല്ലേ ചെറിയരാമൻ നായരെ? അതെ, വലിയ രാമൻ നായര്. അല്ലെ, എങ്ങോട്ടാ ഓടിയത്? അതന്നെയല്ലേ ഞാനും ചോദിക്കുന്നത്. എങ്ങോട്ട് പോയ? ഇതാ നിക്കണേ. തിരിച്ചെടുത്ത് എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്തു പറയാനാ? പണവും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു പോയിട്ട് ഒരു കാര്യമില്ലെന്നേ. ഇപ്പം ബിസിനസ്സിൽ ഇറക്കുന്ന പണം എന്ന് വെച്ചാ നാളെ എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരുന്ന കാര്യമല്ലേ ഇത്? ഞാൻ ഏതായാലും ഇവിടെ വന്ന് സ്ഥിരതാമസവും ആക്കാൻ പോകുന്നില്ല. എല്ലാം കൊണ്ട് ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയേ കാണുന്നുള്ളൂ. നിന്റെ നന്മയ്ക്ക് എന്താ നല്ലതെന്ന് തീരുമാനിക്കാനുള്ള പ്രായം നിനക്കുണ്ടല്ലോ. പിന്നെ വസ്തു വിൽക്കുന്ന കാര്യം
അനന്തേട്ടനോട് ആലോചിക്കാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ അനന്തേട്ടനോടൊന്ന് സംസാരിച്ചു നോക്ക്. അളിയൻ സമ്മതിക്കില്ലേ? നീ സമാധാനത്തോടെല്ലാം ഒന്ന് സംസാരിച്ചു നോക്ക്. നിനക്ക് നല്ലത് വരുന്നതിന് മൂപ്പരെതിരൊന്നും നിൽക്കില്ല. കുടുംബസ്നേഹം ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ. നീ കഴിക്കില്ലേ? കഴിക്കുന്നില്ലേന്ന് വെച്ചാ അളിയന്റെ മുമ്പിൽ ആ ഗ്ലാസ് തന്നെ. എന്നാലേ നീ കഴിക്കണ്ട, ചെറുതായിട്ട് കഴിച്ചാലേ കൂമ്പ് പാടും. മതി മതി മതി. അളിയന്റെ കാലിന്റെ വേദന എനിക്ക് കുറവുണ്ടല്ലോ അല്ലേ? എന്റെ കാലിന് വേദന ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. കൈക്കായിരുന്നല്ലേ വേദന? കൈക്ക് എങ്ങനെ വേദന ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഗിരിചേട്ടത്തി ഒരിക്കൽ എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. അവൾ അങ്ങനെ എഴുതിയോ? കള്ള എഴുതല അവളുടെ പണി. ഇക്കണക്കിന് ഞാൻ ചത്തുന്നും പറഞ്ഞ് നിനക്ക് എഴുതുമല്ലോ ആ പിശാച്. ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ കൈക്കും കാലിനും അല്ല ഒരു തലവേദന പോലും ഉണ്ടായിട്ടില്ല. എനിക്ക് ആകെയുള്ളൊരു വേദന. ചന്ദ്ര, നിനക്ക് പറയാനുള്ളത് പറ. അത് എനിക്ക് ഇപ്പൊ നടന്ന ബിസിനസ് ഒന്ന് ഉറച്ചു കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് കുറച്ച് പണം ഇറക്കിയേ പറ്റൂ. ഒരു 2 കൊല്ലം. ഇപ്പൊ ഇറക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാന്ന് എനിക്ക് നല്ല ഉറപ്പാ. അളിയൻ ഇതും കൂടി കഴിച്ചട്ടെ. ഇങ്ങനെ ഒരു അവസരത്തില് എനിക്ക് ചോദിക്കാൻ അളിയൻ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാ അപ്പൊ ഇനി ബുദ്ധിമുട്ടിപ്പിക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? അയ്യോ അതല്ല അളിയ, ഞാൻ ചന്ദ്ര, പുല്ലാനിപ്പാടത്തിന്റെ കരയില് 2 ഏക്കർ വസ്തു കിടപ്പുണ്ട്. അത് ഭാഗം വെച്ച് നിന്റെ ഓഹരി വിറ്റ് നിനക്ക് സിറ്റിയിൽ ബിസിനസ് ഉറപ്പിക്കണം അല്ലേ? ശ്ശോ, അത് തന്നെ ഞാനിപ്പോ പറയാൻ വന്നത്. എനിക്കറിയാം, 20 കൊല്ലായില്ലേ തൊപ്പി തലയിലേറ്റിട്ട്. നീ ആ ബാക്കി കൂടി ഒഴിച്ചേ. നീയായി, നിന്റെ കാര്യായി. നിന്റെ അച്ഛനെ അങ്ങേർക്ക് പറ്റാവുന്നിടത്തോളൊക്കെ വിറ്റ് തുലച്ചിട്ടാ അങ്ങ് പോയത്. അയ്യോ അല്ല, ഞാൻ നീ അങ്ങനെ ചെയ്യുമെന്നല്ല. ആ വസ്തു ഞാൻ തൽക്കാലം ഭാഗം വെക്കണില്ല. നിനക്ക് അവിടെ വീട് വെക്കുകയോ അതിന്റെ ആദായം എടുക്കുകയോ എന്തു വേണേലും ചെയ്തോളൂ. തൽക്കാലം ഞാൻ അത് വെക്കണില്ല. അത് തന്നെ. അരക്കുപ്പി റമ്മും കൊണ്ടുവന്ന് പോലീസുകാരനെ ഫിറ്റാക്കാൻ നോക്ക. അയ്യേ ഛേ, നീ ഇപ്പൊ എന്താ ആലോചിക്കണെന്ന് എനിക്കറിയാം. അരക്കുപ്പി റമ്മിന്റെ കാശ് പോയിന്നല്ലേ? അത് പോയി. ഇനിയുണ്ട് നിന്റെ ഇങ്ങനത്തെ ചുവന്ന കുപ്പി. വാ കഞ്ഞി കുടിക്കാം. കഞ്ഞി നിനക്ക് ഇഷ്ട? രാമേന്ദ്ര, ഇനി വരുമ്പോ നീ എന്നെ കോവിലകത്ത് അന്വേഷിക്കണ്ട. ഞാൻ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കാണും. കുഞ്ഞിക്കുട്ട, ഞാൻ പറയുന്നു നീ മനസ്സിലാക്ക്. എന്റെ കൂടെ വന്നിട്ട് ഒരു കാര്യമില്ല. 100 കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് ഓടി നടക്കുന്ന എനിക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റില്ല. 8ഉം പൊട്ടും தெரிയാത്ത നീ സിറ്റി കിടന്ന് വട്ടം കറങ്ങും. അതുമല്ല, ഞാൻ നിന്നെ കടത്തിക്കൊണ്ടുപോയി അറിഞ്ഞ നിന്റെ അച്ഛൻ എന്റെ വീട്ടുകാരെ തല്ലിക്കൊല്ലും. അതിന് ഞാൻ നിന്റെ കൂടെ വരുന്നതെന്ന് ആരും അറിയില്ലല്ലോ രാമേന്ദ്ര. കോവില ഒരു തട പറയാ, നീ എന്നെ രക്ഷിച്ചേ പറ്റൂ. കുഞ്ഞിക്കുട്ട, ഇത്ര ആർഭാടമായിട്ട് ജീവിച്ച് ശീലിച്ച് നിന്നെ പോറ്റാൻ എനിക്ക് പറ്റുമോ? അക്കാര്യം നീ ആലോചിക്കുകയേ വേണ്ട. എന്റെ അച്ഛന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടല്ലോ. ഞാൻ ചോദിച്ചാൽ എത്ര വേണമെങ്കിലും തരും. രൂപ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഇനി നീ തടസ്സം പറയല്ലേ രാമേന്ദ്ര. അല്ല, നീ രൂപ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. സംഘടിപ്പിക്കും, എങ്ങനെ സംഘടിപ്പിച്ചിരിക്കും. ദീപം ദീപം. ഈ സന്ധ്യാസമയത്ത് രാമായണവും ഭാഗവതവും ഒക്കെ ഒന്ന് വായിച്ചു കേൾക്കാന്ന് വെച്ചാൽ വളരെ നല്ലതാ. ഒരൈശ്വര്യം തന്നെയാ. 2 പേർക്കും സംസ്കൃതം നല്ല വശമുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ പച്ചവെള്ളം പോലെ. എന്നാ രാമായണം എടുത്ത് വായിക്കാം, കേക്കട്ടെ. രാമായണം സംസ്കൃതാണോ മലയാളമാണോ? 2ഉം ഉണ്ട്. ആരാ വായിക്കണത്? അങ്ങോട്ട് വായിച്ചോളൂ ചെറിയാമനാരെ. വായിക്കായിരുന്നു. കണ്ടശുദ്ധി കൂടുതൽ വജരാമൻ നായർക്കല്ലേ. അങ്ങോട്ട് തുടങ്ങിക്കോളിൻ. എന്താ ഈ പറയണത്? രാത്രി ആയാലും എനിക്ക് കണ്ണ് പിടിക്കില്ലെന്നറിയില്ലേ? ഇത്തിരി കണ്ടശുദ്ധി പറഞ്ഞാലും ചെറിയ രാമനായർ എന്നെ അങ്ങോട്ട് തുടങ്ങിക്കോളൂ. ഞാൻ തർക്കം വേണ്ട. ചെറിയ രാമൻ നായർ തന്നെ ഐശ്വര്യമായിട്ട് വായിച്ചോളൂ. ആരാ അവിടെ? ആ രാമായണം കൊടുക്കൂ, സംസ്കൃതം. ഓ ഓ ചെരമ്പുറാൻ വിളിക്കണ്ടെന്നാ തോന്നണേ. ഇതേ വരണു. ഞാൻ ഒരു കഥ പറഞ്ഞോടത്തോണ്ടിരിക്കായിരുന്നു. ഇനി അത് മുഴുമിപ്പിച്ചില്ലെങ്കിൽ ദേഷ്യം പിടിച്ചെങ്കിലോ? അല്ല ഞാൻ എന്നാ പിന്നെ ഓ അല്ല, മല്ലിരാമൻ തന്നെ വായിച്ചോളൂ എന്ത് രാമായണം. പക്ഷേ എനിക്ക് 41 ദിവസം രാമായണം കൈകൊണ്ട് തൊട്ടുവിടാന്ന അമ്മാവന്റെ പെരിയാ. മരിച്ചിട്ട് ഇന്ന് 10 ആയുള്ളൂ. 41 ദിവസം കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിക്കാലോ. അമ്മാവന് ഞാനെന്ന് വെച്ച ജീവനായിരുന്നു.
ഞങ്ങളെ കുടുംബത്തിന്റെ നെടുന്തൂണല്ലായിരുന്നു അമ്മാവൻ. അമ്മാവാ എന്താ ഉള്ളൂടാ? അതിന് ഞാൻ ഒന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ച് രൂപ വേണം. എന്തിനാ? ഒന്നിനുമില്ല, വെറുതെ കയ്യിൽ വെക്കാൻ. എന്തിനാ ഇപ്പൊ രൂപ വെറുതെ കൈ വെക്കണത്? അതിപ്പോ ഒന്നിനും അല്ലെങ്കിലും അവന്റെ കയ്യിൽ വെക്കാൻ കുറച്ച് രൂപ കൊടുത്താൽ എന്താ? മോന്റെ ഒരു ആഗ്രഹമല്ലേ? കൊടുക്കാലോ. എന്തിനാണെന്ന് ചോദിച്ചു മാത്രം. ആ വെച്ചോളൂ. ഇതാ, ഞാൻ ചോദിച്ചാൽ അച്ഛൻ രൂപ തരാതിരിക്കില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. 20 രൂപ. എന്തിനാ? യാത്രാ ചെലവിനും താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ. എന്താ ഇത് കൂടിപ്പോയോ? കുറച്ച് കൂടുതലാ. താമസം, ഭക്ഷണം, യാത്രാ ചെലവ്, പിന്നെ നമുക്ക് അനാഥ മന്ദിരങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിന്. ഇത് വെച്ച് നമ്മളൊരു കലക്കോ അല്ലേ കുഞ്ഞുകുട്ടാ? നീ ഒക്കെ ഇത് കോട്ടായി തീർന്നടാ. കുഞ്ഞുകുട്ടാ, നിനക്ക് നഗരജീവിതമല്ല നരകജീവിതമേ വിധിച്ചിട്ടുള്ളൂ. നിന്റെ കാര്യം പോക്കടാ. രാമേന്ദ്ര, അപ്പോ ഇത് പോരാന്നാണോ? ഇനിയൊരു 20 രൂപയും കൂടെ ഉണ്ടായാൽ മതിയാവോ? മാങ്ങാ തൊലി. എടാ, നിന്റെ ആ മൂരാച്ചി തന്തടയില് പൂത്ത പണം ഉണ്ടല്ലോ, അട്ടിയായിട്ട് അടുക്കി വെച്ചിരിക്കല്ലേ. വലിക്കാനോ? പണപ്പെട്ടി പൊക്കാൻ. മോഷണം? ആ, അതൊക്കെ പാപല്ലേ രാമേന്ദ്ര? അയ്യോ, ഞാൻ പറയുന്ന പോലെ കേൾക്കാൻ നീ തയ്യാറാണോ? നീ പറയുന്നത് പോലെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്ത് ചെയ്യും? എന്നാ നീ ആദ്യം ചെയ്യേണ്ടത്, കൂടെ 2 അവലക്ഷണവും പിടിച്ചവന്മാരെ അടക്കുന്നില്ലേ, ഈ 20 രൂപ അമ്മമാരെ കൊടുത്തിട്ട് കള്ളു കുടിക്കാൻ വേണ്ടി പറഞ്ഞുവിട്. അതിനുശേഷം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയുടെ നിശബ്ദതയിൽ നീ നേരെ നിന്റെ അച്ഛന്റെ മുറിയിലേക്ക് ചെല്ലണം. ശബ്ദമുണ്ടാക്കാതെ മെല്ലെ വാതിൽ തുറക്കണം. എന്നിട്ട് നിന്റെ അച്ഛൻ താക്കോൽ എവിടെയാ വെച്ചിരിക്കുന്നത്? അച്ഛന്റെ തലയണക്കടിയില്. അച്ഛനെ ഉണർത്താതെ നിശബ്ദമായി താക്കോൽ എടുക്കണം. എന്നിട്ട് എന്ത് പണ്ടാരം? പെട്ടിക്കകത്ത് കാശെടുക്കണം. എന്തായി, കിട്ടിയോ? കിട്ടി. എനിക്ക് പേടിയാവുന്നു രാമേന്ദ്ര. ഒന്നും പേടിക്കല്ലേ, വേഗം വാ. എപ്പോഴാ ഇത് സംഭവിച്ചത്? വലിയ രാമന്നാരും ചെറിയ രാമന്നാരും വാതിക്ക് തന്നെയാ കടന്നിരുന്നത്. എന്നിട്ട് അവരെവിടെ? അവരാ ഞങ്ങള്. നേരം വെളുത്തപ്പോ തമ്പ്രാനെ കാണാനില്ല. അപ്പൊ വാതിൽ കടന്നു പോയിട്ടില്ല എന്ന് ഉറപ്പാ? പിന്നെ ജെല്ല് വഴി പോയെന്നാണോ? ശ്രദ്ധയില്ലായിട്ടല്ലേ? രണ്ടാളെ വെറുതെ വിടുന്നു കരുതണ്ട. ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടോ? ഇതിനു മുമ്പ് അവൻ ഈ വീട് വിട്ട് എവിടെയും പോയിട്ടില്ല. എന്നാ സാരല്ലേ, പോയി നാടൊക്കെ ഒന്ന് ചുറ്റിട്ട് വരട്ടെ. എന്താ? ഒന്നുമില്ല, ഒരു കംപ്ലൈന്റ് എഴുതി തരണമെന്ന്. ഇന്നലെ അക്കരെ കടലിൽ ഒരു തോണിക്കാര മാപ്പിള കണ്ടിരുന്നു അത്രേ. ആരെ? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ. തമ്പ്രാൻ ഒറ്റയ്ക്കല്ല. പിന്നെ ആരാ കൂടെ? ഇന്ന് ഞാൻ അവനെ പൊക്കും. പറയടാ. ഏമാന്റെ അടിയെ ദാമ്പീട്ടുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ആ ചെറുക്കന്റെ കൂടെയാ പോയിരിക്കണത്. അവന്റെ കള്ള നോട്ടും ചില രഹസ്യം പറച്ചിലും കണ്ടപ്പോഴേ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഉടനെ തീവ്രമായിട്ടുള്ള അന്വേഷണം തുടങ്ങാൻ പോയാണ്. പോട്ടെ. അവിടെ നിൽക്കണോ? എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോനെ എന്തുദ്ദേശിച്ചില്ല ആ തമ്മാടിച്ചക്കൻ കടത്തിക്കൊണ്ട് പോയതാ? പറയൂ. അക്കാര്യം അന്വേഷിക്കാനാ ഞാൻ പോണത്. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് കുഞ്ഞുകുട്ടനെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ തന്റെ കുടുംബം ഞാൻ കൊളന്നുണ്ടു. അപ്പോ ഒന്ന് മാറിക്കടോ. കേസന്വേഷിക്കാൻ പോകുമ്പോഴല്ലേ തടസ്സം നിൽക്കണേ. പഠിക്കണേ.
എന്താ പണിക്കരെ പോയി പണിക്കരെ. ഇത്രയും കാലം കണ്ണിൽ എണ്ണ ഒഴിച്ച് വളർത്തിയതും കാവൽ നിർത്തിയതും ഒക്കെ വെറുതെയായി. വിഷമിക്കാതിരിക്കൂ, എന്തിനും പരിഹാരം ഉണ്ടാവും. ഞാനല്ലേ പറയണത്. ഹരിശ്രീ ഗണപതി നമഃ. എന്താ പണിക്കരെ, എന്തെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ട്, കാണുന്നുണ്ട്. എന്താണാവോ? യാത്രയിലാണ്, അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക, ദൂരെ ദൂരേക്ക്. ഈ ദൂരെ ദൂരെ എന്ന് പറയുന്നത് വല്ല ദുബായിലേക്കോ മറ്റായിരിക്കോ? സന്ദർഭം നോക്കാതെ വിഡിത്തരം മതി. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എന്തെങ്കിലും ഒരു സൂചന അന്വേഷിച്ച് ചെല്ലാൻ. ഉണ്ട്, സൂചനയുണ്ട്. കാടും മലയാണ് കാണുന്നത്. ഘോരവനം, കാട്ടുമൃഗങ്ങൾ നിറഞ്ഞ, കാട്ടാറുകൾ നിറഞ്ഞ, മനുഷ്യവാസം തീരെ കുറഞ്ഞ സ്ഥലത്തൂടെയാണ് ഇപ്പൊ യാത്ര. രാമേന്ദ്ര, ഇവിടെ ഈ വിമാനമൊക്കെ നിർത്തുന്ന സ്ഥലം എവിടെയാ? അതിനങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, എവിടെ നിർത്തും. എനിക്കൊന്ന് കാണായിരുന്നേ. കാണുക മാത്രമല്ല, നിന്നെ അതിന്റെ ഉള്ളിൽ കയറ്റി കറക്കും. പിന്നില്ലേ? പിന്നെ രാമേന്ദ്ര, എനിക്ക് വേറൊരു മോഹം ഉണ്ടായിരുന്നു. നിനക്ക് എന്ത് മോഹം ഉണ്ടല്ലോ എന്നോട് പറ, ഞാൻ ശരിയാക്കി തരും കുഞ്ഞുകുട്ടാ. നമുക്കൊരു കാറ് വാങ്ങിയാലോ? യാത്രക്കൊക്കെ ഒരു സുഖാണേ. കൊള്ളാം, ഇത്ര ഉള്ളോ? ഇവിടത്തെ ഏറ്റവും വലിയ കാറ് കട എന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ അല്ലേ കുഞ്ഞുകുട്ടാ. നാളെ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നു, നിനക്ക് ഇഷ്ടമുള്ള കാർ നീ സെലക്ട് ചെയ്യുന്നു, പോരെ? അത് മതി. ജീവിതത്തിൽ ആദ്യമായിട്ട് സുഖം എന്ന് പറയുന്നത് അനുഭവിക്കുന്ന ഇപ്പോഴാ. ഇതൊക്കെ എന്ത് സുഖം കുഞ്ഞുകുട്ടാ, ശരിയായ സുഖങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. വാ. രാമേന്ദ്ര, ഞാൻ പറയുന്നത് കേക്ക്. അയ്യോ, என்ன ராமச்சந்திரன், சௌக்கியமா? நீ என்னடா நினைச்ச? டேய் ஃப்ராட், கோயம்புத்தூர்ல என்ன ஏமாத்திக்கிட்டு இங்க எர்ணாகுளத்துல கும்மாளம் போடுறியா? நீ ஒரு ஃப்ராடுனா அத்தனை ஃப்ராடுகளுக்கும் அப்பன் நான். அது தெரியுமாடா உனக்கு? മുതലാളി, ഞാൻ മുതലാളി ഏമാത്തിയതല്ലേ, പൈസയുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. வாய் மூடுற பொறுக்கிற ஆஸ்கள். 24 மணி நேரத்துக்குள்ள எனக்கு 1 லட்சம் ரூபாய் வந்தாகணும். காலையில நான் ஹோட்டல் ஒப்ராயில் இருப்பேன், மத்தியானம் கிராண்ட்ல இருப்பேன், ராத்திரி லக்கி ஸ்டார். தப்பிக்க முயற்சி பண்ணுனா ஆமா அவ்வளவுதான். வரட்டுமாடா கண்ணா? ശരിക്കു പറഞ്ഞാൽ ഞാൻ ആകെ ഭയന്ന് വിറച്ചു പോയി രാമേന്ദ്ര. നിനക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിൽ. ആരാ അവര്? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? മനുഷ്യന് കഷ്ടകാലം വന്നാ ഇങ്ങനെ പലതും സംഭവിക്കും കുഞ്ഞുകൂട്ടാ. എന്ത് കഷ്ടകാലാണെന്നാ ചോദിക്കുന്നത്? സത്യം പറയാലോ, കോയമ്പത്തൂരിൽ ഒരു പ്രസ് നടത്തി ഞാൻ ആകെ പൊളിഞ്ഞു. സ്ഥിരം വർക്കുകാരാന്ന് പറഞ്ഞ ചില കമ്പനികൾ കാലുമാറിയപ്പോ പിടിച്ചു നിൽക്കാൻ വയ്യാണ്ടായി. തൊഴിലാളികളെ പിരിച്ചുവിട്ടപ്പോ യൂണിയൻകാർ ഭീമമായ നഷ്ടപരിഹാരം ചോദിച്ചു. കൊടുക്കേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞ 1 ലക്ഷം രൂപയോളം ഞാൻ ചെട്ടിയാർക്ക് കടവായി. നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് മുങ്ങിയതാ. നോട്ടരട്ടിപ്പം കള്ളക്കടത്തും ഒക്കെ തൊഴിലാക്കി ചെട്ടിയാരും കിങ്കരന്മാരും എന്നെ കൊല്ലും കുഞ്ഞുകുട്ടാ. ഞാൻ തുറന്നു പറയുക, കുഞ്ഞുകുട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. എങ്ങനെ? നിന്റെ കയ്യിൽ രൂപയുണ്ടല്ലോ, അത് നമുക്കിവിടെ സുഖിക്കാൻ. ചെട്ടിയാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് സൂഹിക്കാം. എനിക്ക് മറ്റൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടല്ലേ. നീ പറയുമ്പോ പിന്നെ ഞാനെന്താ പറയാ? താങ്ക് യു കുഞ്ഞുകുട്ട, താങ്ക് യു വെരി മച്ച്. കുഞ്ഞുകുട്ട, ഞാൻ പോയി ചെട്ടിയാരെ കണ്ടിട്ടെ അയാളോട് ഇങ്ങോട്ട് വരാൻ പറയാം. പണം നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം അല്ലേ? അതാ നല്ലത്. ആ, എനിക്കും ചെട്ടിയാരും ഒന്ന് പരിചയപ്പെടാലോ. അതെ അതെ, ഞാൻ പോയിട്ട് വരട്ടെ. എന്താ സാർ? വേറൊന്നും വിചാരിക്കരുത്. ഒരു കാര്യം അറിയാനാ. എന്താ? ഇവിടുത്തെ പറമ്പിൽ പ്ലാവൊന്നുമില്ലേ? പ്ലാവോ? അതെ, പ്ലാവുണ്ടെങ്കിൽ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ ഒരു സമയമാണല്ലോ. ഇത് സിറ്റി അല്ലേ സാറേ? ഇവിടെ വീട് വെക്കാനേ സ്ഥലമില്ല.
പിന്നല്ലേ പ്ലാവും മാവും ഒക്കെ ചിലപ്പോ മാർക്കറ്റിൽ കിട്ടിയേക്കും. അതേതാ സ്ഥലം? ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെ, താഴെ ഇറങ്ങി സ്വല്പം നടന്നാ മതി. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോളൂ കേട്ടോ. താങ്ക് യു സർ. ഓ, ഒന്ന് നിക്കണേ. ഈ പഴുത്ത ചക്ക കിട്ടുന്ന സ്ഥലം എവിടെയാണ്? എനിക്ക് പള്ളിയിലേക്കുള്ള വഴി മാത്രമേ അറിയൂ കുഞ്ഞെ. ഒരു ചക്ക തരുവോ? വെറുതെ വേണ്ട, പൈസ തരാം. ഒരെണ്ണം മതിയോ സാർ? തൽക്കാലം ഒന്ന് മതി. ഇനി തിന്നിട്ട് വേണ്ടി വരികയാണെങ്കിൽ ഞാൻ പിന്നെ വരാം. ഏതാ വരിക്ക? എല്ലാം വരികയാണ് സാർ. എത്ര രൂപയാ? 10 രൂപ. ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോവുക? ഇത് അങ്ങോട്ട് പോയ വണ്ടി കിട്ടും. ഒരു കാറ് കിട്ടുവോ? കാറ് കിട്ടുമെന്നോ? വിലക്കോ? അതെ അതെ, വിലക്കാണെങ്കിൽ എത്രയാവും? എത്ര ഉണ്ട് കയ്യില്? എത്ര വേണ്ടി വരും? കൊറേ വേണ്ടി വരും. രൂപ കൊറേ ഉണ്ട് കയ്യിലേ. അത് മുഴുവനായിട്ട് അങ്ങോട്ട് എണ്ണി നോക്കിയിട്ടില്ല, അതുകൊണ്ട് എത്രയുണ്ടെന്ന് അറിയില്ല. കോവിലകത്തുനിന്ന് കൊണ്ടുവന്നതാണേ. ഇത് മതിയാവോ? അയ്യോ പറ്റില്ല, ഇത് ചെട്ടിയാർക്ക് കൊടുക്കാൻ രാമേന്ദ്രൻ ചോദിച്ചിരിക്കുക. ഞാൻ പോട്ടോ. നിക്കണ സാറേ, സാർ എവിടേക്കാ? ഹോട്ടലിലേക്കാ. അപ്പൊ കാറ് വേണ്ടേ? അല്ല, ഈ രൂപ ചെട്ടിയാർക്ക് കൊടുക്കണേ. സാറ് കയറിയട്ടെ, ഞങ്ങൾ ഹോട്ടലിൽ കൊണ്ടുവന്നാക്കാം. അതൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ചക്കാത്തോട്ടെ, ഇങ്ങോട്ട് കയറണം സാറേ. എനിക്ക് കാറ് കയറാൻ വലിയ ആശയാണ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതൊക്കെ എന്തോന്ന് ഉപകാരം സാറേ? ഇതുപോലെ ഇനി എന്തെല്ലാം ഉപകാരങ്ങൾ സാർ ഞാൻ കിടക്കുന്നു. കാരണം പോട്ടെ പോട്ടെ, വിട്ടു പോട്ടെ. എന്റെ മാലയും മോതിരം. അയ്യോ അയ്യോ, എന്റെ രൂപ. കുഞ്ഞിക്കുട്ടാ, ദേ ചെട്ടിയാർ ആൾക്കാരെത്തി. അവര് താഴെ വെയിറ്റ് ചെയ്യാ. വളരെ ഹാപ്പിയാ ചെട്ടിയാര്. നമുക്ക് ഇത്രയും പെട്ടെന്ന് പണം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. നീ ചക്കയൊക്കെ എവിടെ സംഘടിപ്പിച്ചു? അച്ഛനും അമ്മയും മനംനൊന്ത് ശപിച്ചിട്ടുണ്ടാവും. അതേറ്റു രാമേന്ദ്രൻ. കട്ടത് ചുട്ടുപോകുന്നുള്ള ചൊല്ല അന്വർത്ഥായി. നീ എന്തായി പറയുന്നത്? എല്ലാം പോയി രാമേന്ദ്ര. തസ്കരന്മാർ മുഴുവൻ പണവും തട്ടിക്കൊണ്ടുപോയി. എന്റെ ഈശ്വര! ഞാൻ വരിക്കച്ചക്ക വാങ്ങാൻ പുറത്തിറങ്ങിയതായിരുന്നു. കാറ് കയറ്റിക്കൊണ്ടുപോയി പണം അപഹരിച്ച് എന്നെ റോഡിൽ തട്ടിയിട്ട് തസ്കരന്മാർ കടന്നു കളഞ്ഞു. മഹാഭാവി! തന്നോട് ആര് പറഞ്ഞു പുറത്തിറങ്ങാൻ? എന്റെ ഈശ്വര, ഞാനിപ്പോ എന്ത് ചെയ്യും? ചെട്ടിയാർ ആളുകൾ എന്നെ കൊല്ലുമെന്ന്. നമ്മുടെ തലയിൽ എഴുത്ത രാമേന്ദ്ര. തനിക്ക് ആ വഴിക്ക് വല്ലയിടത്തും പോയി ചത്തൂടായിരുന്നോ? ഞാനത് ആലോചിക്കാതിരുന്നില്ല. ഹോട്ടലിൽ ഇനി എങ്ങനെ കാശ് കൊടുക്കും? ഉറപ്പായിട്ടും ചെട്ടിയാർ എന്നെ തട്ടും. കള്ളനോട്ടടിക്കാരന്റെ കൈകൊണ്ട് മരിക്കാനായിരിക്കും എന്റെ വിധി. എന്റെ വിധി എങ്ങനെയാണാവോ? പോടാ എങ്ങോട്ടെങ്കിലും. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആ കാലമാടന്മാരുടെ താഴെ കാവല് വെക്കുക. ഈ ഹോട്ടലിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് പോകും?